നേര്യമംഗലത്ത് പുതിയ ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നേര്യമംഗലത്ത് പുതിയതായി ആരംഭിച്ച ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ അഗ്നിരക്ഷാ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും കഴിയുന്നു. ഇത് പൊതുസമൂഹത്തിന്റെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നു. അത്തരം കാര്യങ്ങൾ തുടർന്നും നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫയർ സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഫയർ സ്റ്റേഷനിൽ ആന്റണി ജോൺ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കിയ സ്ഥല സൗകര്യം ഉപയോഗിച്ചാണ് ഫയർ സ്റ്റേഷൻ ആരംഭിച്ചിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിലെ അപകടങ്ങളിലും ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഫയർ സ്റ്റേഷൻ സഹായകരമാകും. ഏറെക്കാലമായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. പിന്നീട് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം ഗവൺമെന്റ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഘട്ടത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ഇവിടെ നേര്യമംഗലം ടൗണിൽ തന്നെയുള്ള ഈ സാംസ്കാരിക നിലയം അത് ഈ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. പഞ്ചായത്ത് ഭരണസമിതി ഒന്നാണ്. പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും എല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ഇത് നാടിന്റെ ഒരു പൊതു ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ഈ സാംസ്കാരിക നിലയം ഈ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് വേണ്ടി വിട്ടു നൽകാൻ തീരുമാനിച്ചു. അത് ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും പിന്നെ നമുക്ക് നേരിട്ട ഒരു പ്രതിസന്ധി ആവശ്യത്തിന് തസ്തിക, അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജെസി സാജു, ബിന്ദു ജോർജ്, സൗമ്യ ശശി, ജോബി ജേക്കബ്, പ്രിയങ്ക ടോമി, PK സുനി, ഫ്രാങ്കോ K ജെയിംസ്, കുൽസു സലീം, R അനിൽകുമാർ, PK അലിയാർ, ബൈജു മത്തായി, ബിജി സോജി, മോളി ജോയി, ജോഷി കുര്യാക്കോസ്, ഓമന ജോസ്, എബിമോൻ മാത്യു, ഷിജി അനിൽകുമാർ, PM കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ സ്വാഗതവും അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, നേര്യമംഗലം.